PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിവാദം നമ്മൾ കണ്ടതാണ്. ഭരണകക്ഷിയിലെ രണ്ട് പ്രധാന പാർട്ടികളായ CPM-ഉം CPI-യും പരസ്പരം കൊമ്പുകോർത്ത് ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയും ചെയ്തു. CPI-യുടെ യുവജന സംഘടനയായ AYF-ഉം വിദ്യാർത്ഥി സംഘടനയായ ASF-ഉം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പരസ്യ പ്രക്ഷോഭവും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അതുമാത്രമല്ല, ASF-ന്റെ നേതാക്കന്മാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. SFI-ക്കാർ ഇനി സമരത്തിനിറങ്ങുമ്പോൾ മുണ്ടിനടി അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തരുത്. കാരണം മുണ്ട് മടക്കി കുത്തിയാൽ അതിനടിയിലെ കാവി ട്രൗസർ ജനങ്ങൾ കാണുമെന്ന് പറഞ്ഞാണ് SFI-ക്കാരെ ASF-കാർ പരിഹസിച്ചത്. തുടർന്ന് വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. PM ശ്രീ പദ്ധതി താൽക്കാലികമായി മരവിപ്പിക്കാം. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടൊരു പദ്ധതി പിന്നീട് മരവിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ പദ്ധതി ഒപ്പിടുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലാതെ കേരള മന്ത്രിസഭയിലെ മറ്റൊരാൾ പോലും അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുന്നണിയിലെ ഘടകകക്ഷിയായ രണ്ടാമത്തെ കക്ഷിയായ CPI-ക്കും അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ CPI ആഞ്ഞടിച്ചത്. ഒടുവിൽ CPI CPM പോര് മൂർച്ഛിച്ചപ്പോൾ കേന്ദ്രത്തോട് ഈ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്തയക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായി. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം. അങ്ങനെ മരവിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് PM ശ്രീ പദ്ധതി ഒപ്പിടുന്നതിന് വേണ്ടി കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഇടയിലെ പാലമായി പ്രവർത്തിച്ചത് രാജ്യസഭാ MP-യും CPM-ന്റെ നേതാവുമായ ജോൺ ബ്രിട്ടാസ് ആണെന്ന്. ജോൺ ബ്രിട്ടാസ് അല്ല, ജോൺ ബ്രൂട്ടസ് ആണെന്നാണ് ഇപ്പോൾ കേരളീയ സമൂഹം പറയുന്നത്. പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കാൻ, ഗാന്ധിയെ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റി നിർത്തി സവർക്കറെ പ്രതിഷ്ഠിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നാലാംകിട നീക്കത്തിന് കുടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ BJP-ക്കും തമ്മിലുള്ള പാലമായി പ്രവർത്തിച്ച ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ യൂദാസ് ആണെന്നും ബ്രിട്ടാസ് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ 4 വെള്ളിക്കാശിനു വേണ്ടി കേരളത്തെ ഒറ്റുകൊടുത്തവനാണ് ബ്രിട്ടാസ് എന്നും സാമൂഹ്യ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങി. ഈ വിഷയത്തിൽ CPM-ന് ഇനി എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ, കേരളത്തിന്റെ പാഠപുസ്തകങ്ങൾ സംഘവൽക്കരിക്കാൻ RSS-ഉം സംഘപരിവാറും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ അതിന് പരവതാനി വിരിക്കുന്ന, സംഘപരിവാറിന് കച്ചേരി നടത്തുന്ന, സംഘപരിവാറിന് വേണ്ടി പാലൂട്ടുന്ന CPM നേതാക്കന്മാർ ഈ വിഷയത്തിൽ മറുപടി പറയണം. ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനായ MP, രാജ്യസഭാ MP കേരളത്തെ RSS-ന് തീരെഴുതാൻ സംഘപരിവാറിന്റെ നാവായി CPM-ഉം RSS-ഉം തമ്മിലുള്ള പാലമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാകെ നാണക്കേടായി മാറുകയാണ്. ജോൺ ബ്രിട്ടാസ് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. താൻ മാധ്യമ പ്രവർത്തകനായിരിക്കുന്ന കാലഘട്ടത്തിൽ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള കൈരളി ചാനലിൽ വന്നിരുന്ന നാഴികക്ക് 40 വട്ടം 4 മുളം നീളമുള്ള നാക്കുമായി ഫാസിസത്തെക്കുറിച്ച്, വർഗീയതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന, ചർച്ചകൾ നടത്തുന്ന ജോൺ ബ്രിട്ടാസ് തലയിൽ മുണ്ടിട്ട് പോയി BJP-യും CPM-ഉം തമ്മിലുള്ള പാലമായി അധപ്പതിച്ചപ്പോൾ കേരളത്തിലെ CJP കൂട്ടുകെട്ട്, അതായത് BJP CPM കൂട്ടുകെട്ട് യാഥാർത്ഥ്യമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. ഇനി വിഷയത്തിൽ മറുപടി പറയേണ്ടത് SFI-കാരനാണ്. കേരളത്തിനകത്ത് TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കരിയോയിലൊഴിച്ച ആളുകളാണ് ഇവിടുത്തെ SFI-ക്കാർ. കൂത്തുപറമ്പിന്റെ സമര ചരിത്രമുണ്ട്. കേരളത്തിന്റെ തെരുവീതികളിൽ എന്നും കത്തിജ്വലിച്ചു നിൽക്കുന്ന സമര പോരാട്ടമാണ് കൂത്തുപറമ്പിൽ എന്നതിന്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂത്തുപറമ്പിൽ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ സമരം ചെയ്ത റോഷനെയും ബാബുവിനെയും ഷിബുലാലിനെയും രാജീവനെയും മധുവിനെയും ബലി കൊടുത്ത, പിന്നീട് പുഷ്പനും മരണത്തിന് കീഴടങ്ങിയ 6 രക്തസാക്ഷികളെ സൃഷ്ടിച്ച DYFI-ക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല RSS-ന് തീരെഴുതുന്ന സംസ്ഥാന സർക്കാരിന്റെ 4-ാംകിട വിദ്യാഭ്യാസ നയത്തിനെതിരെ എന്താണ് പറയാനുള്ളതെന്ന് കേരളീയ സമൂഹം കാതോർക്കുകയാണ്. ആന കയറിയ പിഞ്ഞാണക്കട പോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർത്ത് തരിപ്പണമാക്കിയ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ SFI-ക്ക് എന്താണ് പറയാനുള്ളത്? എന്തായാലും ബ്രിട്ടാസ് എന്ന് പറയുന്ന യൂദാസ് കേരളത്തെ ഒറ്റുകൊടുത്തിരിക്കുകയാണ്. സംഘപരിവാറിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തീരെഴുതിയ ജോൺ ബ്രിട്ടാസിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും
വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും CPM-നോടും കേരളം കടക്ക് പുറത്ത് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.